നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് ഇത്തവണ പുതിയ പല സർവീസുകളും ലഭിക്കുമെന്ന് ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി. മിനായിലെ തമ്പുകളിൽ വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക റൂമുകൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കൗൺസിൽ ജനറൽ പറഞ്ഞു. ഇത്തവണ ഹജ്ജിനെത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് മക്കയിലും മദീനയിലും ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേക സേവനങ്ങൾ കൂടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇത്തവണ നൽകുന്നുണ്ട്. തീർത്ഥാടകർക്ക് നൽകുന്ന സ്മാർട്ട് വാച്ചാണ് അതിലൊന്ന്. തിരക്കിൽ കൂട്ടം തെറ്റിപ്പോകുന്ന ഹാജിമാരെ ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ കണ്ടെത്താൻ ഈ വാച്ച് സഹായിക്കും. അടിയന്തര സാഹചര്യമുണ്ടായാൽ സഹായത്തിനായി കൺട്രോൾ റൂമിനെ ബന്ധപ്പെടാനും തീർത്ഥാടകരുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. മിനായിലെ തമ്പുകളിൽ ഇത്തവണ തീർത്ഥാടകർക്ക് സോഫ, ബെഡ് ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. So in the Mashar region, what we will see is there will be improved air conditioning facility. There will be a fixed structure as well, replacing the tent trampoline structure. In addition to that, you will have more shaded areas. You will have space for luggage racks. You will have shoe racks. You will have sofa beds. And a whole lot of other features that will enhance pilgrimage experience. താമസ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ റൂമുകൾ ഇത്തവണ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും കോൺസൽ ജനറൽ പറഞ്ഞു. We going by the local laws, we are also implementing male and female segregation accommodation. There would be complete segregation of male and female, but the families, the covers will all reside in the same building. സൗദിയിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ വിമാനത്താവളത്തിൽ നിന്ന് ലഗേജ് എടുക്കുകയോ ലഗേജ് ഐഡന്റിഫൈ ചെയ്യുകയോ വേണ്ട. ലഗേജുകൾ നേരിട്ട് താമസ സ്ഥലങ്ങളിലെത്തും. 20-25 ദിവസത്തെ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജും ഈ വർഷത്തെ പ്രത്യേകതയാണ്. 10,000-ലേറെ തീർത്ഥാടകരാണ് ഈ പാക്കേജ് വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള ഹജ്ജ് വിമാന സർവീസുകൾ ഏപ്രിൽ 30-ന് ജിദ്ദയിലേക്കാണ് ആരംഭിക്കുന്നത്. മദീന വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.